ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഹോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ബാക്ക് ടു സ്കൂൾ ഹോൾ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. മോൾക്കൊരാഗ്രഹം അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന്, അത് നിങ്ങൾ ഒരാൾക്ക് എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് അവൾക്കൊരു ആഗ്രഹം. കാരണം യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ കൂടുതലും അതുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവൾക്കും ഒരാഗ്രഹം, അവൾക്ക് എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ബാഗ് കാണിക്കാം. ഇതാണ് മോൾക്ക് വാങ്ങിച്ച ബാഗ്. ഒരു സിൻഡ്രല്ല തീമിലുള്ള ഒരു ബാഗ്. ഇഷ്ടപ്പെട്ടോ? അവളുടെ ഇഷ്ടത്തിന് തന്നെയാണ് എല്ലാം എടുത്തത്. പിന്നെ ഇപ്രാവശ്യം പൊന്നു മാത്രമല്ല സ്കൂളിലേക്ക് പോകുന്നത്, സ്കൂളിലേക്കല്ല അംഗൻവാടിയിലോട്ട് നമ്മൾ കുഞ്ഞു പെണ്ണും പോകുന്നുണ്ട്. അപ്പം അവൾക്ക് ഒരു ബാഗ് എന്തായാലും അവൾക്ക് വേണമല്ലോ. അപ്പം അവൾക്ക് വാങ്ങിച്ച ബാഗാണ് ഇത്. ഒരു പ്രിൻസസിൻ്റെ ഡിസ്നി. ഓക്കെ, ഇനി അടുത്തതായിട്ട് ബോക്സ്. പൊന്നിന് വാങ്ങിച്ച ബോക്സ് ഇതാണ്. ഇതിങ്ങനെ ഷാർപ്പ്നറൊക്കെ ഉള്ള ഒരു ബോക്സാണ്. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് പെൻസിലൊക്കെ മൂർച്ച കൂട്ടാം. ഇതിൽ തന്നെ നമുക്ക് കട്ടറും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം അറിയാം, നമ്മളെ കട്ടേ അവർക്കറിയാം. അതുപോലെ തന്നെ കളർ പെൻസിൽ, അവർക്ക് പ്രോജക്റ്റും വർക്കുകളൊക്കെ ഒരുപാടുണ്ടല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പൗച്ച്. പക്ഷേ ഇത് കൊള്ളാം, നല്ല ഒരു മോഡലാണ്. പെൻസിലിൻ്റെ ഒരു മോഡലിൽ വരുന്ന ഒരു പൗച്ച്. ഇത് എത്ര രൂപയായി? ഒരു 40 രൂപ എന്തേ ഉള്ളൂ. പക്ഷെ അത് കൊള്ളാം, നല്ല ക്വാളിറ്റി, അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരു പൗച്ച്. പിന്നെ കുഞ്ഞു പെണ്ണിന് ഒരു കുഞ്ഞു ബോക്സ്. അവൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല, സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം 3 വയസ്സല്ലേ, അപ്പോൾ അവർക്ക് ഒന്നും ആവശ്യമില്ല. എങ്കിലും ഇരിക്കട്ടെ, ചേച്ചിക്ക് വാങ്ങിക്കുമ്പോൾ അനിയത്തിക്ക് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അവർക്കൊരു കുഞ്ഞു ബോക്സ്. അടുത്തതായിട്ട് ലഞ്ച് ബോക്സ് അല്ല, സ്നാക്സ് ബോക്സ്. കുഞ്ഞു പെണ്ണിന് വാങ്ങിച്ച സ്നാക്സ് ബോക്സ്. ഇതാണ് കുഞ്ഞു പെണ്ണിന് വാങ്ങിച്ച സ്നാക്സ് ബോക്സ്. ഇതില് ഒരുപാട് ഗെയിംസ് ഒക്കെ ഉള്ള ഒരു കുഞ്ഞു ബോക്സാണ്. ഇതില് ചെറിയൊരു പാത്രം, കറി പാത്രമുണ്ട്. അതുപോലെ എന്നിട്ട് ഒരു സ്പൂണ്, ഒരു ഫോർക്ക്. ഇത് കുഞ്ഞിപ്പെണ്ണിന് വാങ്ങിച്ചത്. അടുത്ത കുഞ്ഞിപ്പെണ്ണിന് വാങ്ങിച്ച വാട്ടർ ബോട്ടിൽ ഇതാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിലാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടിടുന്നതാണ്. ഇതിങ്ങനെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ആവുന്ന തരത്തിലുള്ളൊരു വാട്ടർ ബോട്ടിലാണ്. ഇനി പൊന്നിന് വാങ്ങിച്ച ലഞ്ച് ബോക്സ്. ഇതാണ് പൊന്നിന് വാങ്ങിച്ച ലഞ്ച് ബോക്സ്. ഇതും കൊള്ളാം, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഇതാണ്. ഇതിലും ഉണ്ട് ഒരു കുഞ്ഞു കറിപ്പാത്രം, ഒരു സ്പൂണ്, എല്ലാം ഉണ്ട്. ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം, അതാണ് കുറച്ച് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അപ്പോൾ ലഞ്ച് ബോക്സ് ആയിരുന്നു. ഇതിനകത്ത് പൊന്നുവിന് വേണ്ടിയിട്ട് വാങ്ങിച്ച വാട്ടർ ബോട്ടിൽ. അവൾക്ക് ഇങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കുന്ന വാട്ടർ ബോട്ടിൽ വേണമെന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് അങ്ങനത്തെ വാട്ടർ ബോട്ടിൽ തന്നെ വാങ്ങിച്ചു. സിപ്പ് ചെയ്ത് കുടിക്കണമെങ്കിൽ അവൾ ധാരാളം വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞു. നമുക്കതാണല്ലോ ആവശ്യം, അവർ വെള്ളം കൂടുതൽ കുടിക്കണം. സാധാരണ വെള്ളം കുടിക്കാൻ മടിയാണ്, വെള്ളം കൂടുതൽ കുടിക്കണം. ഇത് ഇങ്ങനത്തെ ബോട്ടിൽ ഇല്ലാത്തത് കൊണ്ടാണ് അവൾ വെള്ളം കുടിക്കാത്തതെന്നാണ് പറയണം. അപ്പം അവൾ ഇങ്ങനത്തത് വാങ്ങിച്ചു. ഓക്കെ, അപ്പം ബുക്കുകളെല്ലാം നമ്മൾ കവർ ചെയ്ത് വെച്ചു, ബ്രൗൺ പേപ്പറൊക്കെ ഇട്ട് പൊതിഞ്ഞ് വെച്ചു. അപ്പോൾ ക്യാമലിൻ്റെ നോട്ട് ബുക്സ്, ഇതല്ല ഇനിയുണ്ട് നോട്ട് ബുക്കുകൾ വാങ്ങിച്ചു. പിന്നെ A4 ഷീറ്റ്, ഇതുപോലെ ഒരു സെറ്റ് A4 ഷീറ്റ്. ഇതിലൊരു 100 എണ്ണമാണ് വരുന്നത് ഒരു സെറ്റിൽ. ഇത് വാങ്ങിച്ച് ഇവർക്ക് പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സെറ്റ് A4 ഷീറ്റ്. പിന്നെ ഒരു ഫയൽ, ഇവർക്ക് പ്രോജക്റ്റൊക്കെ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ഫയൽ മേടിച്ചു. ഒരു ഡ്രോയിങ് ബുക്ക്. പൊന്നു അത്യാവശ്യം നന്നായിട്ട് പടം വരയ്ക്കും. അവൾക്ക് ഞാൻ ഡ്രോയിങ് ക്ലാസ്സിനൊന്നും വിടുന്നില്ല, എങ്കിലും അവൾക്ക് കണ്ട് വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കുഞ്ഞ് ഡ്രോയിങ് ബുക്ക് വാങ്ങിച്ചു. അത് ഉദ്ഘാടനം കഴിഞ്ഞ് അതിൽ പടങ്ങളും വരച്ച് തുടങ്ങിയിട്ടുണ്ട്.
ഇതൊരു പടം. അവള് വരച്ച മറ്റൊരു പടമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ വരച്ച പടമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിന് കമൻറ്റ് ഇടണേ, ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത്. പിന്നെ നമ്മൾ പെൻസിൽ, ഒരു സെറ്റ് പെൻസിൽ എടുത്തിട്ടുണ്ട്. പേന, ഇവർക്ക് പേനയുടെ ആവശ്യമില്ല, എങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നാലോ, പിന്നെ നമുക്ക് പേന ഇട്ട് വീട്ടിൽ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്നതിൽ ഒരു സെറ്റ് പേന, ഒരു 5 എണ്ണത്തിൻ്റെ പേന. പിന്നെ മാർക്കറിൻ്റെ ഒരു സെറ്റ്, മാർക്കറിൻ്റെ ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. 10 എണ്ണത്തിൻ്റെ ഒരു സെറ്റ് മാർക്കർ. പിന്നെ ഒരു പാക്കറ്റ് സ്കെച്ച്, ഇതിൻ്റെ ബാക്കി ഇവിടെയൊക്കെ ഉണ്ട്. ഒരു പാക്കറ്റ് സ്കെച്ച് എടുത്തിട്ടുണ്ട്. ക്രയോൺസ് ഉണ്ട്, ഒരു പാക്കറ്റ് ക്രയോൺസ്. പെൻസിലിൻ്റെ 2 സെറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ റൈസർ, ഷാർപ്പനർ, അങ്ങനെയുള്ള കുറച്ച് സെറ്റ്. പിന്നെ ഒരു സ്കൂളർ കിറ്റ്, അപ്സരയുടെ ഒരു സ്കൂളർ കിറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒരു പെൻസിലിൻ്റെ സെറ്റ് ഉണ്ട്. പിന്നെ അതിൽ തന്നെ ഉള്ളതാണ് ക്രയോൺസ്. അതിൽ മറ്റേ ടോപ്പർ, പിന്നെ അപ്സരയുടെ ഒരു ഷാർപ്പനർ, ഒരു 3 റബ്ബർ, ഒരു വലിയ അങ്ങനെ ഒരു കിറ്റാണിത്. ഇത് 99 രൂപയുടെ കിറ്റാണ്. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം കൊള്ളാം. പിന്നെ ഡോംസിൻ്റെ തന്നെ ഒരു 5 പെൻസിൽ, 4 എണ്ണേ ഉള്ളൂ, ഒരെണ്ണം എടുത്ത് ട്യൂഷനുണ്ടാവും എടുത്ത്. പിന്നെ വേറൊരിതുണ്ട്, ഒരു ഡോംസിൻ്റെ തന്നെ ഒരു പ്രൈം കിറ്റാണ്. ഇങ്ങനെ ഒരു പ്രൈം. ഇതിൽ 2 പെൻസിൽ, ഒരു സ്കെയില്, ഒരു റബ്ബർ, ഒരു സ്കെച്ച് ഉണ്ട്. പക്ഷെ അത് കൊള്ളാം കേട്ടോ. പിന്നെ ഇവർക്ക് ഡയറി എഴുതണം, അതിന് വേണ്ടിയിട്ട് ഒരു ബുക്ക്. ഡയറി എഴുതാൻ വേണ്ടിയിട്ട് ഒരു വലിയ ബുക്ക്. ഡയറി എഴുതുന്നത് നല്ല ശീലമാണ്. ഡയറി എഴുതാൻ വേണ്ടി നല്ല ബുക്ക്. പിന്നെ നമുക്ക് ഈ പ്രോജക്റ്റ് വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ മെയിനായിട്ട് ആവശ്യമുള്ള ഒന്നാണ് കളർ. അപ്പോൾ വർക്കുകൾ കൂടുതൽ നമ്മളായിരിക്കില്ല സഹായിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഇത്. ഡോംസിൻ്റെ തന്നെ ബ്രഷ് പെന്ന്. നമുക്ക് പ്രോജക്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരപ്പെടും ഈ ബ്രഷ് പെന്ന്. പിന്നെ വീണ്ടും ക്രയോൺസ്, ഗമ്മ്, സ്റ്റാപ്ലർ, അതിൻ്റെ പിന്ന്. സ്റ്റാപ്ലർ ഇവിടെ ഉണ്ടായിരുന്നതാണ്. സ്റ്റാപ്ലർ, അതിൻ്റെ പിന്ന്, കത്രിക, 2 ടേപ്പ്, 2 ടേപ്പ്, ഒരു ഡബിൾ സൈഡ് ടേപ്പ്, ഒരു സാധനം. പിന്നെ കളർ പേപ്പർ. ഇതിപ്പോൾ 50 എണ്ണം ഞാൻ എണ്ണി വാങ്ങിച്ചതാണ്. അത്ര ആവശ്യം വരുവോളായിരിക്കും, പ്രോജക്റ്റൊക്കെ ചെയ്യാൻ എന്തായാലും അവർക്ക് വേണം. അപ്പോൾ ഞാനൊരു 50 പീസ് എണ്ണി വാങ്ങിച്ചു. പിന്നെ കുഞ്ഞിപ്പെണ്ണിന് വേണ്ടിയിട്ട് ഒരു സ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണിന് വേണ്ടിയിട്ട് ഒരു സ്ലേറ്റ് മേടിച്ചു. അപ്പോൾ ഇതിൽ ചോക്കാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ചോക്ക് ഉപയോഗിക്കാൻ കൊടുത്തുകൂടാ എന്നുള്ളത് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടു. അപ്പോൾ ഞാൻ ഇനി അത് ചോക്ക് കൊടുക്കുന്നില്ല, പകരം ഇതിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള പെൻസിലുണ്ടെന്ന് പറഞ്ഞു. ഇനി അപ്പോൾ ആ പെൻസിൽ മേടിക്കണം, അതുകൂടെ മേടിക്കാനുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് കഷ്ടപ്പെട്ട് നമ്മൾ അവരെ പഠിപ്പിച്ചെടുക്കുക, അവരെ ഒരു ഇതിലെത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ പഠിച്ച സമയത്ത് നമുക്കിതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ വാങ്ങിച്ചു തരാനോ എടുക്കാനോ ആരുമില്ലായിരുന്നു. പക്ഷെ നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഇത് വരരുത് എന്ന്, അങ്ങനെ ഇത് വരാതിരിക്കുക, അവർ ഇഷ്ടപ്പെട്ട എല്ലാം വാങ്ങിച്ചു കൊടുക്കുക, കട മേടിച്ചിട്ടായാലും വാങ്ങിച്ചു കൊടുക്കുക എന്ന ഒരു ഇതാണ്, ഒരു കാഴ്ചപ്പാടാണ് എൻ്റെത്. കാരണം നമുക്കതാണ്, നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ മാത്രമാണ്. അപ്പോൾ അതവരെ മനസ്സിലാക്കി അത് മുന്നോട്ട് കൊണ്ടുപോകുമായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ, അപ്പോൾ വീഡിയോയിൽ ഒരുപാട് വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം. ഞങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ ഹോൾ വീഡിയോ അല്ലേ. അപ്പോൾ നിങ്ങൾ തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് കമൻ്റായിട്ട് ഇടണം. നിങ്ങൾ പറയുന്ന ഉപദേശങ്ങളാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം.